എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഇന്ന് രാവിലെ കൊച്ചിയിലെ മാധ്യമപ്രവർത്തകരെല്ലാം എത്തിയത് തൃശൂർ എംപിയും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയിൽ നിന്നും പ്രതികരണങ്ങൾ തേടാനാണ്. വഖഫ് ബില്ല്, മുനമ്പം വിഷയം, എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നേരെയുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയോട് പ്രതികരണങ്ങൾ തേടുക എന്നത് മാധ്യമങ്ങളുടെ കടമയും ഉത്തരവാദിത്തവുമാണ്. ഇവിടെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ജനങ്ങളുടെ കൂടി ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ഞാൻ ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വഴിയിൽ ഒരൊറ്റ മാധ്യമങ്ങളെയും കണ്ടുപോകരുതെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ തിട്ടൂരം. നിർദ്ദേശപ്രകാരം ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാധ്യമപ്രവർത്തകരെയെല്ലാം പുറത്താക്കുകയും ചെയ്തു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കലിപൂണ്ട് ഉറഞ്ഞു തുള്ളുന്ന സുരേഷ് ഗോപിയെയാണ് ഇന്നലെയും നമ്മൾ കണ്ടത്. എല്ലാ ചോദ്യങ്ങൾക്ക് നേരെയും അസഹിഷ്ണുത പൂണ്ട് സിനിമാ ഡയലോഗുകൾ വാരി വിതറി ആക്ഷൻ ഹീറോ ശരീരഭാഷയുമായി കടന്നാക്രമണം നടത്താൻ ഒരു ജനപ്രതിനിധിക്ക് ആരാണ് ധൈര്യം നൽകുന്നത്? കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പാലിച്ചു പോരുന്ന സാമാന്യ മര്യാദയുടെ നടത്തിപ്പു രീതികളെ ഭേദിക്കാൻ സുരേഷ് ഗോപിക്ക് മാത്രമുള്ള അധിക പ്രിവിലേജ് എന്താണ്? കൈവിരൽ ചൂണ്ടി ശബ്ദമുയർത്തി രഞ്ജി പണിക്കർ സ്റ്റൈലിൽ ഡയലോഗുകൾ ഉച്ചത്തിൽ അലറിയാൽ മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിയുമെന്നാണോ കേന്ദ്രമന്ത്രി കണക്കാക്കുന്നത്? ന്യൂസ് ബസ് ചോദിക്കുന്നു, ആർക്കു നേരെയാണ് കേന്ദ്രമന്ത്രിയുടെ ഈ അധികാര തിട്ടൂരം?